ജിൻഡോയുടെ ഒരു എക്സ്ക്ലൂസീവ് ഫാൻസ് മീറ്റ് ഞാൻ വെച്ച സമയത്ത് അതിൽ ഗസ്റ്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ. അപ്പോൾ റോബിൻ വരാതിരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ അജിൻ വർഗീസ് എന്നുള്ള എന്റെ പേരിന് തുടക്കക്കാരൻ റോബിന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? തുടക്കക്കാരൻ റോബിനാണ്. അപ്പം നിങ്ങൾ ആണെങ്കിൽ പോലെ പലപ്പം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, എടീ റോബിന് മുന്നിൽ പോയി ചാടല്ലേ, അവൻ എടുത്തിട്ട് ഇതിനെ അടിക്കും. പക്ഷെ സത്യം പറയാണ്ട് ഞങ്ങൾ 3-4 ദിവസത്തെ ബന്ധവും ഒന്നുമല്ല. ഇന്നലെ ആ പ്രോഗ്രാമിന് വരായിരുന്നപ്പോൾ എനിക്ക് ഫീൽ ആയി കേട്ടോ. കാരണം ഞാൻ ചിന്തിച്ചത് എടീ നമ്മള് വിളിച്ച് ഗസ്റ്റ് ആയിട്ട് വിളിച്ചൊരു വ്യക്തി വന്നില്ലെങ്കിൽ അതിന് കാരണം ഞാൻ കാരണമാണ് അല്ലേ, അന്ന് നടന്ന വലിയൊരു ഇഷ്യൂവില് അത് ചിന്തിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും വരാഞ്ഞത്. അങ്ങനെ ഞാൻ രാവിലെ റോബിന്റെ നമ്പർ ഒരാളെ നിന്ന് മേടിച്ച് ഡയറക്റ്റ് റോബിനെ വിളിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് എടാ ഒന്നെങ്കിൽ തെറി, അല്ലെങ്കിൽ നീ എന്തിനാ എന്നെ വിളിച്ച് ഫോൺ എടുത്തപ്പോൾ ഒരാള് പറഞ്ഞത് അജിംബ്രോ നീ എവിടാടാ എന്നോ, അജിമോനെ എന്നല്ല അജിമോനെയാന്ന് വിളിച്ചു കേട്ടോ. അപ്പോഴും ശരിക്കും ഭയങ്കര സന്തോഷം. എന്നിട്ട് ഞാൻ ഡയറക്റ്റ് പറഞ്ഞത് എനിക്ക് കാണണം. അങ്ങനെ നമ്മൾ ആക്ച്വലി ഇപ്പൊ സംസാരിച്ചിട്ട് 1.5 മണിക്കൂർ ആയതേ ഉള്ളൂ. ആക്ച്വലി സത്യം ഇങ്ങനെ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്തു. നമ്മൾ സംസാരിച്ചപ്പോൾ അവന് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. അത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേർക്ക് അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്ന കുറച്ച് പേർക്ക് ഇത് അറിയണമെന്ന് തോന്നി. സോ അങ്ങനെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ ഒരു പ്ലാനിങ്ങും അല്ല, നമ്മളിപ്പോ എന്താണ് തോന്നുന്നത് അതാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ബ്രോ വിളിച്ചപ്പോ ഞാൻ മലപ്പുറം വരായിരുന്നല്ല, അത് നീ കാരണമല്ല ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ അങ്ങനെ നിന്റെ മനസ്സിൽ. പക്ഷെ അത് ജിൻഡോ ബ്രോന്റെ ദിവസം മനസ്സിലായില്ലേ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. സോ അതുകൊണ്ട് ഞാൻ അത്രയും പുള്ളിയെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു, എടാ നീ വന്നേക്കണ എയർപോർട്ട് നീ എന്നെ കാണണമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്, കൊടിയെ കൂട്ടിക്കണേന്ന് പറഞ്ഞിട്ട് പേരിലാണ് ഞാൻ ആക്ച്വലി എന്ത് ചെയ്ത എയർപോർട്ടിൽ വന്നത്. പുള്ളിക്കാരെ കാണാൻ പറ്റി. പിന്നെ ഞാൻ പറയാം പുള്ളിക്കാരന്റെ ദിവസമാണ്. അപ്പൊ പുള്ളിക്കാരൻ തന്നെ ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് എനിക്കത് സത്യം പറഞ്ഞ എന്താ പറയാ അടിക്കാൻ അറിയാഞ്ഞിട്ടോ ഒന്നുമല്ല, എനിക്കത് പുള്ളിക്കാരന്റെ ദിവസം പുള്ളിക്കാരെ എൻജോയ് ചെയ്തു, പുള്ളിക്കാരെ ഹാപ്പി ആയിട്ട് അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഞാൻ റീസൺ എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ എന്നുണ്ട്. അപ്പോഴാണ് ഇവ എന്റെ അടുത്ത് പറഞ്ഞത് ആക്ച്വലി കുറച്ച് കാര്യങ്ങള് എന്താ പറയുക എന്റെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ അത്ര ഇഷ്യൂ നടന്നു. എനിക്കൊന്ന് കേരളം കത്തിയ ഒരു ചർച്ചയായിരുന്നു. എന്റെ ഡീഗ്രേഡിങ്ങിന്റെ സ്റ്റാർട്ടിങ് നീയാണ്. അപ്പൊ ആ ഒരു വിഷയത്തില് എന്നെ ഒരു തവണ പോലും വിളിക്കാൻ കാരണം എന്തുവാ? ഇപ്പൊ എനിക്ക് റോബിനോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി വിളിക്കും, റോബിനെ ഇത് ചെയ്ത് ശരിയായില്ലെന്ന് വിളിക്കും. റോബിൻ എന്തുകൊണ്ട് ഒരു തവണ പോലും എന്നെ വിളിച്ചില്ല? നിന്നെ മാത്രമല്ല ഞാൻ ആരുടെ വിളിക്കാം. ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്ന നീ ഇനോഗ്രേഷന് പോകുമ്പോ നീ എന്റെ അടുത്ത് വന്നു, ഇതേപോലെ മിമിക്രി ഒക്കെ കാണിച്ചു, എന്റെ അടുത്ത് ഒരു ഫോട്ടോ എടുത്തു, എന്റെ അടുത്ത് പറഞ്ഞു 7-8 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് നീ വന്നത്. നീ ഒരു ബ്ലൂ ബ്ലാക്ക് ഷർട്ടാണ്. അതുവരെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മറക്കത്തില്ല. ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടമാണ് എന്തോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ കാണുന്നത് ഈ ഇന്റർവ്യൂർ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ആലോചിച്ചത് ഇങ്ങനെ പറയുന്നത് ശരി. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ പറയില്ലേ നമുക്ക് എല്ലായിടത്തും പോയിട്ട് നമ്മൾ ഇതാണ് ശരി അല്ലെങ്കിൽ അതാണ് ഇതൊന്നും ഞാൻ പറയാൻ ഒരിക്കലും ഞാൻ നിൽക്കുന്നില്ല. ഞാൻ വിചാരിക്കും ഓക്കെ എന്നെങ്കിലും അവന് ചിലപ്പോ ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും, ചിലപ്പോ അങ്ങനെ വിളിക്കുമായിരിക്കും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കത്തുള്ളൂ. മനസ്സിലായി. അപ്പൊ ഇന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ അണ്ണോ നമ്പർ ഇങ്ങനെ യൂഷ്വലി എന്റെ നമ്പർ അധികം വരക്കില്ല, 10-30 വരക്കേ ഉള്ളൂ. അപ്പൊ അണ്ണോ നമ്പർ വന്നു, അങ്ങനെ തിരിച്ചു വിളിച്ചപ്പോഴാണ് നീയാന്ന് പറഞ്ഞത്. അല്ല എനിക്കിത് വിളിക്കാനുള്ള കാരണം ഇന്നലെ അത്ര പേര് എനിക്ക് ഞാൻ അതുകൊണ്ടല്ലേ നീ ഉള്ളതുകൊണ്ടല്ല. എന്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്നു, ജിൻഡുപുറം പറഞ്ഞിരുന്നു ഇതേപോലെ നീ ആ ആഗ്രഹം ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ വിചാരിച്ചെന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ സ്പേസ് ആണ്, അതിൽ വന്നിട്ട് ഞാൻ നിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരായിരുന്നത്. ശരിക്കും ആ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചത് നല്ല റീച്ച് ഉണ്ട്, നല്ല രീതി കത്തി കയറുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് വരുന്ന തെറി പോലെ എനിക്കൊന്നും വേറെ ഒരു ആൻഡ്രോമാർക്കും വരുന്നില്ല. അപ്പോഴും എന്നോട് പ്രേക്ഷകർ ചോദിക്കുന്നത് മനസ്സ് എന്നെ കല്ലാണോ? എന്റെ മനസ്സ് കല്ലാക്കിയ ഒരു വ്യക്തി ഡോക്ടർ റോബിനാണ്. കാരണം റോബിനെ സ്നേഹിക്കുന്നവര് ഞാൻ റോബിനെതിരെ സംസാരിച്ചപ്പം എനിക്ക് വന്ന കമന്റ്സ് ചെറുതല്ല. ഒരുപാട് അമ്മമാര് വന്നിട്ട് നീ നാളെ വണ്ടി ഇടിച്ച് മരിച്ചു പോകും. അമ്മമാരോടൊന്നും എനിക്കൊരു ദേഷ്യവും ഇല്ല, കാരണം ഞാൻ എന്താണെന്ന് 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഈ സമയത്ത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും റീച്ചിന് വേണ്ടിയാണെങ്കിൽ എന്റെ സ്വഭാവത്തിന് ഇന്റർവ്യൂ വിളിച്ചിരുന്നത് ആണോ? ഇത് ഒന്ന് കാണിച്ചു, എവിടെ കാണിച്ചു കൊടുത്തേ? ഒഡീസില് ഞാൻ ഡയറക്റ്റ് വന്നിട്ട് സംസാരിക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് എത്രമാത്രം നെഗറ്റീവ് മനസ്സിലാകുന്നത്, അല്ലെ എത്രമാത്രം. അപ്പം ഞാനൊന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എത്രമാത്രം വിഷമിച്ചായിരുന്നു. ഞാൻ ഇവനെ ഇഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ്, ഇവൻ എന്തെങ്കിലും പറയുന്നത് ഞാൻ പിന്നെ എനിക്ക് മനസ്സിലായി അവൻ പെട്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ പല രീതിയിൽ മാനിപ്പുലേറ്റഡ് ആയി കാണും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും മനസ്സിലാവട്ടെ, എന്തെങ്കിലും ഒരു ദിവസം മനസ്സിലായതിനു ശേഷം അവനായിട്ട് എന്തെങ്കിലും വരുന്നെങ്കിൽ അല്ലെങ്കിൽ വിളിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പലരും വിചാരിക്കുന്നത് നമ്മളിത് നേരത്തെ ഒരിക്കലും നേരത്തെ പ്ലാനിങ് ആണെങ്കിൽ 100% ഒരു ഇന്റർവ്യൂ ആയിട്ടിരുന്നേനെ അല്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അന്ന്
ഇങ്ങനെ നിന്ന റോബിൻ ഇങ്ങനായി ആണോ? ആ ഒരൊറ്റ ഇന്റർവ്യൂ. അപ്പൊ അതിപ്പോ കഷ്ടപ്പെട്ടാണ് റോബിൻ ഓരോ പടി കയറി കയറി വന്നത്. പെട്ടെന്നൊരു താഴ്ച വന്ന സമയത്ത് എന്റെ മനസ്സോട് പ്രാഗിയായിരുന്നോ? പ്രായമില്ല, വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഞാൻ നിന്നെ ആദ്യമായിട്ട് കാണുന്നത്, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തുമാത്രം ഇത് ചെയ്തു എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിങ്ങൾ അന്ന് അനുഭവിച്ച വേദന ഞാൻ മനസ്സിലാക്കുന്ന എപ്പോഴെന്നറിയോ? ഇപ്പൊ കാരണം നാം ഒരു അനുഭവിക്കുന്ന ജീവിതം നമുക്ക് കിട്ടുന്നതാണെന്ന് പറയത്തില്ലേ? അതുപോലെ നമ്മൾ ഈ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അല്ല, സീരിയസ്ലി പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഭയങ്കര ഒരു ഹൈപ്പ് അല്ലെങ്കിൽ എന്റെ ഗ്രാഫിങ്ങിന് മുകളിലോട്ട് പോകുന്ന സാഹചര്യത്തില് എനിക്ക് ആ ഡിഗ്രേഡിങ് വന്നപ്പോൾ ഞാൻ സൈലന്റ് ആയി. കാരണം എനിക്ക് മനസ്സിലായി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും പിന്നെ നെഗറ്റീവ് ആവത്തുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കുറെ ഒരു എന്താ പറയാ ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂസ് പിന്നെ ഓരോരുത്തരായിട്ട് വരാൻ ഓരോ കാര്യങ്ങൾ വരാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇത് പണിയാണ്. കാരണം ഞാൻ പറയില്ലേ, എനിക്ക് PR ഇല്ല. അല്ല, ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട് കേട്ടോ, അത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഞാൻ അവരെ ചോദിക്കുന്നു, അപ്പം പോലും എന്നോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? എത്ര പേര് പറയുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നമുക്കിപ്പോ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുത്തിക്കാൻ പറ്റത്തില്ല. എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും, ഇഷ്ടപ്പെടാത്തവർ കാണും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവം സഹായിച്ച് ഇന്നേ വരെ എനിക്ക് ഒരു ബാഡ് എക്സ്പീരിയൻസ് പബ്ലിക്കുന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഇന്നേ വരെ ദൈവം സഹായിച്ചിട്ടുണ്ടായിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ സോഷ്യൽ മീഡിയയിൽ പലരും ഇതേപോലെ ഫേക്ക് IDs ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഹെൽത്തി ക്രിറ്റിസിസം ഞാൻ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യും. കാരണം ക്രിറ്റിസിസം ചെയ്താൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, വളരാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി മാക്സിമം ഞാൻ എന്തൊക്കെയുണ്ടോ, ഇപ്പൊ നീ എന്റെ അടുത്ത് ബ്രോ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കും. അതൊരു കൊച്ചുകുട്ടിയാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. മനസ്സിലായില്ലേ? പിന്നെ എന്താന്ന് വെച്ചാൽ എനിക്കൊരു വിഷമം എന്ന് വെച്ചാൽ അന്ന് ആ തുടക്കം നിന്നിരുന്ന മനസ്സിലായില്ലേ, ആ ഒരു ഭയങ്കര ഒരു ഹൈപ്പിൽ പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഇത് പോയി. പിന്നെ ഞാൻ സൈലന്റ് ആയി. പിന്നെ എനിക്ക് മനസ്സിലായി എല്ലാം ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എല്ലാം നെഗറ്റീവിലേക്കാണ് പിന്നെ എന്ത് ചെയ്തിരുന്നത്, ഡിഗ്രേഡിങ്. പിന്നെ ആൾക്കാരൊക്കെ എങ്ങനെയാണല്ലോ, എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരുന്നത് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയ ഉടനെ ഒറ്റ അടിയിൽ എന്ത് ചെയ്യും, അടിച്ച്. അങ്ങനെയാണ് യൂഷ്വലി മലയാളികളുടെ ഒരു. പക്ഷെ ഇപ്പോഴും എന്നെ സിൻസിയർ ആയിട്ട് സ്നേഹിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന. ഇപ്പം തന്നെ ഈ വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ കൂടെ എന്തിനു നിന്നു. എനിക്ക് ഞാൻ ഒരിക്കലും നിൽക്കാൻ വന്നതൊന്നുമല്ല, എനിക്ക് എന്റെ മനസ്സിലുള്ളത് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇവിടെ ഡയറക്റ്റ് വന്നത്. അല്ല, നിനക്കത് ഞാൻ പറയാം, കുറ്റബോധം തോന്നി, ഒന്ന് ഹഗ് ചെയ്യണം തോന്നി എന്നൊക്കെ നീ വന്നോ, നീ എന്നെ ഹഗ് ചെയ്തു. അതിപ്പോ എന്താ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോയി ആരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ആരെയും ഒന്നും ചെയ്യാൻ പോകത്തില്ല. പക്ഷെ എന്നെ ഇങ്ങോട്ട് വന്ന് ഒരുപാട് നമ്മളിട്ടങ്ങ് ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ ആക്രമിക്കാൻ സമയത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചെന്തെങ്കിലും റിയാക്ട് ചെയ്താൽ അത് മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ആക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഓ ഇന്ന ആൾ ഇന്ന രീതിയിലായിരിക്കും. അത് പിന്നെ എന്താ അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ. അല്ലെങ്കിൽ ഒരു കൺട്രോൾ എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ചില കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ കാരണം. ഇപ്പൊ കൂടി സൈബർ ബുള്ളിങ് നേരിട്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്നു അല്ലെ, നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. പലരും വിചാരിക്കും നമ്മൾ ഒരാൾ വിചാരിച്ച സിസ്റ്റം മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ട്രൈ ചെയ്യണം അല്ലെ, ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാത്തേ ഉള്ളൂ. ഒന്നാമത് സൈബർ ബുള്ളിങ് നേരിട്ടിട്ട് ആ കുട്ടിക്ക് എന്താണ് മരണപ്പെട്ടു എന്നുള്ളൊരു, അത് ഞാൻ ആക്ച്വലി ആ ന്യൂസ് കേട്ടിട്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടെന്നോ അല്ലെങ്കിൽ അതിനിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പം എന്നെ അത്യാവശ്യം അല്ല ശരിക്കും ഉണ്ടല്ലോ, റോബിൻ അനുഭവിച്ചതുപോലെ ഉണ്ട്. അല്ല, എന്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, അല്ലെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്റെ അടുത്ത് പറയാറുണ്ട്, ബ്രോ എങ്ങനെ ബ്രോ ഇങ്ങനെ നിൽക്കുന്നത്? കാരണം ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ സത്യം പറയാം ഇന്നേരം ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയും ബ്രോ എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല, പക്ഷെ എന്നും പറഞ്ഞ് ഞാൻ അത്രയും ക്രൂരനല്ല. റോബിന്റെ ആ ഒരു ഇന്റർവ്യൂ ഔട്ട് ഇട്ടതിന് ശേഷം എനിക്ക് വന്ന റിക്വസ്റ്റുകൾ ഉണ്ടല്ലോ 820 റിക്വസ്റ്റുകളാണ്. അപ്പൊ എന്റെ മൈൻഡ് എന്തോ അടിപൊളി. ഒരു റിക്വസ്റ്റ് എടുത്തപ്പോഴത്തേനും ഇളം തെറിന്നൊക്കെ വെച്ച കട്ടത്തെറി. എന്നിട്ട് അമ്മമാര് ശരിക്കും അവിടൊക്കെയാണ് റോബിൻ എന്താന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പം കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും പേഴ്സണലി എനിക്കൊരു ദേഷ്യവും ഇല്ല, റോബിന് ദേഷ്യവും ഉണ്ടായിട്ടുണ്ട്. അതൊരിക്കലും അല്ല, ദേഷ്യവും വിഷമം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ ക്ഷമ പ്രോഗ്രാം കാരണം എനിക്കതാ ഭയങ്കര ഫീൽ ആയി. ഞാൻ പ്രോഗ്രാമിന് വരാതിരുന്നല്ല, മനസ്സിലായില്ല. ഞാൻ പറയില്ല, പുള്ളിക്കാരുടെ സ്പേസ് ആണ്. പുള്ളിക്കാരൻ തന്നെ അത് ഞാൻ പറയില്ല. അപ്പൊ അവിടെ നമ്മൾ വന്ന് ഇതൊക്കെ സംസാരിക്കാൻ ഇതൊന്നും ഒരിക്കലും ചെയ്യേണ്ട ഒരു കാര്യമല്ല, മനസ്സിലായില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾക്ക് ഇപ്പം മീഡിയ ആണ്, അല്ല പല രീതിയിൽ ഇനിയും പലരും ചിലപ്പോൾ എന്ത് ചെയ്യും, നിന്റെ അടുത്ത് വരും, ഇതേപോലെ വരും. അപ്പൊ ഒരാളിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം നീ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരാളിനെ വ്യക്തിപരമായിട്ട് നീ ഒന്ന് സംസാരിച്ചൊന്ന് ഇടപെടുമ്പോഴത്തേക്ക് നിനക്ക് ആളെ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഒരുപക്ഷെ നമ്മള് നേരത്തെ ഇതേപോലെ സംസാരിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ എടുത്തു, ഇപ്പൊ ഏറ്റവും ഉദാഹരണം പറട്ടെ, എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നു, ഇത് വാലേ വന്ന എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്ന അത് സത്യമെന്നാ. അത് ആർക്കും ഇപ്പൊ കല്ലുള്ള മാങ്ങയിലെ അറിയത്തുള്ളൂ പറയുന്ന പോലെ എല്ലാരും അങ്ങനെ വിശ്വസിച്ചു പോയി, ഞാനും വിശ്വസിച്ചു പോയി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇന്റർവ്യൂവിൽ ഞാനാ സംസാരിച്ചത്. ഏറ്റവും കൂടുതൽ റോബിനെ നെഗറ്റീവ് ആക്കിയ ഒരു വ്യക്തി അജിമർഗീസ് തന്നെയാണ്. അത് ഇവിടെയും പറയുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല.
ക്ഷമ ചോദിച്ചാലും തീരാത്തതാണെന്നും എനിക്കറിയാം. അപ്പൊ എല്ലാരും എല്ലാരും ചിന്തിക്കും കെട്ടിപ്പിടുത്ത സൂക്ഷിക്കണം, അവനെ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നിട്ട് നമ്മള് ആ ഒരു തെറ്റ് കാരണം ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് അയാൾ അത് കാരണം വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കി നമ്മളെ അത് തിരുത്താൻ കാണിക്കുന്ന ഒരു മനസ്സാണ് ഏറ്റവും വലിയ മനസ്സ്. നിനക്കിപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഇത് പറയാനോ ചിലപ്പോൾ ഇത് കാരണം ഒരുപാട് പേര് ചിലപ്പോൾ നിന്നെ ചീത്ത വിളിക്കും, വഴക്ക് പറയുമായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്നിട്ടും നീ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്റെ അടുത്ത് വന്ന് ഈ ഒരു കാര്യം ചെയ്ത് ഇത് വീഡിയോ ആയിട്ട് ചെയ്ത് നമ്മളൊരു കൊളാബാക്കി ചെയ്യണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞ് അത് കൊളാബാക്കി ഇട്ട് ഇത്രയും ജനങ്ങൾ അത് കാണുമ്പം അത് യൂഷ്വലി ആൾക്കാർ ചെയ്യത്തില്ല. നിനക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് റീച്ചിന് വേണ്ടിയാണെങ്കിൽ എനിക്ക് ഒരു ഇന്റർവ്യൂ എടുത്താൽ മതി. എക്സാക്ട്ലി. ഇപ്പൊ ഞാൻ പറയില്ലേ നീ എവിടെ നിന്ന് തുടങ്ങി എന്നുള്ളത് എനിക്കറിയാം. ആദ്യത്തെ ആ സംഭവം തൊട്ടേ നിന്നെ കാണുന്നത് നീ ഒരു ചാനലിൽ വരുന്നതിന് മുന്നേ ഞാൻ നിന്നെ റാന്നിൽ വെച്ച് കാണുന്നത്, മനസ്സിലായില്ലേ? അതിനുശേഷം ഞാൻ ചില സമയത്തൊക്കെ നിന്റെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ പോണതാണ്. ഊഫ് ചെറുക്ക കയറി വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത്. ഞാൻ നിന്നത് പറഞ്ഞു ആദ്യം സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നത് അല്ല അതാ പറഞ്ഞ. അപ്പം ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരെ എപ്പോഴും എനിക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ, മനസ്സിലായില്ല? അത് അങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ വിജയിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇനി ആരെങ്കിലും പറ്റി എന്തെങ്കിലും കാര്യം നീ എന്താ പറയാ പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്താ പറയാ എനിക്ക് ഞാൻ പറയില്ലേ എന്റെ തുടക്കമേ വേറെ ആരെയും ഞാൻ പോയി മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വിസിൽ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഡോക്ടർ റൂബിൻ അന്ന് രാജാവായിട്ട് നിന്നൊരു ദിവസമാണോ? ഞാൻ പറയും ഇന്ന് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആരൊക്കെ എയർപോർട്ടിൽ ഇറങ്ങുന്നു അവരെക്കാളൊക്കെ ജനങ്ങൾ കൂടി ഒരു സമൂഹമാണ്. ആ വ്യക്തിക്കെതിരെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന് നെഗറ്റീവ് നോർത്തേ. അപ്പൊ അതിന് ഞാൻ ഡയറക്റ്റ് വന്നതാ. ഞാൻ അത് കാര്യങ്ങൾ പറയണം, ഡയറക്റ്റ് വന്നതാ. അപ്പൊ ഇതിന് ഉറപ്പായിട്ട് കമന്റ് വരും, അല്ലെ എനിക്ക് ഫോൺ കോൾ പേഴ്സണലി വരും. ഇനി ഇതിന് അവനെ പോയി കണ്ടു, ഇതെന്റെ വ്യക്തിപരമായ തീരുമാനമാണ്, എനിക്ക് റോബിനെ കാണണമായിരുന്നു, കാര്യങ്ങൾ പറയണമായിരുന്നു. അപ്പം സോറി. ഇനി നിന്റെ ലൈഫില് നീ കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട്. നീ അടുത്ത വർഷം നീ ഇതിനെക്കാട്ടിയും വലിയൊരു ലെവലിലായിരിക്കണം എത്തേണ്ടത്. നീ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ എന്ത് ചെയ്യണം, സാധിക്കണം, മനസ്സിലായില്ലേ? ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മാത്രം ചെയ്താൽ വിമർശിക്കും, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിനക്ക് മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് വന്നത്. എനിക്ക് എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നി. കാരണം എനിക്ക് അത്രമേൽ ഫീൽ ആയി കേട്ടോ. കാരണം നമ്മൾ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ കഷ്ടപ്പെട്ട് നമ്മുടെ ടീം എല്ലാം കൂടി ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. അതിൽ റോബിൻ ഗസ്റ്റ് ആയിട്ട് വരുന്നു പറഞ്ഞപ്പോൾ തന്നെ എന്റെ ക്രൂ പറഞ്ഞു, എടാ റോബിൻ വരുന്നുണ്ട്, നീയോ റോബിന് സീന നിങ്ങൾ കണ്ട. അപ്പോഴും ഞാൻ പറഞ്ഞത് എടേ അതൊന്നുമില്ല. ഇപ്പം ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്താ ഇതിന്റെ അകത്തുള്ള നമുക്കറിയാം. ഞാനിപ്പോ ഇന്നലെ വരായിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഫീൽ ആയി. പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താ റോബിൻ തന്നെ പറഞ്ഞു, എടാ എനിക്ക് വേറെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് വരാനല്ല, നീ ആയതുകൊണ്ട് വരാൻ. പുള്ളിക്കാരന്റെ 100% ഹാർഡ് വർക്ക് കാരണം മാത്രമാണ് ഇത് ചെയ്തത്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാളും എന്റെ ഒരു ഫ്രണ്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളിക്കാരൻ വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ചത്. ഞാൻ എപ്പോഴും പറയുന്നത്, എന്റെ അടുത്ത് പലരും ചോദിച്ചു അർജുൻ റണ്ണറപ്പ് ആയ, അവരെല്ലാരും വിന്നേഴ്സ് ആണ്. അത് ഇതിൽ പോകുന്ന ഓരോരുത്തരും വിന്നറാണ്, മനസ്സിലായില്ലേ? കാരണം അത്രയും ലൈഫിൽ സ്ട്രഗിൾ ചെയ്താണ് അവർക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും വിന്നേഴ്സാണ്. അത് മാത്രമല്ല ഇവൻ ഞാൻ തന്നെ പറഞ്ഞു, ഇതിൽ വരുന്ന പുറത്തിറങ്ങുന്ന ഒരാൾക്ക് പോലും സൈബർ അറ്റാക്കോ കാര്യങ്ങളോ എന്ത് ചെയ്യരുത് നേരത്തെ. കാരണം അത് അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അതിന് ബുദ്ധിമുട്ട് ചെറിയ അനുഭവമല്ല കേട്ടോ അറിയത്തുള്ളൂ, മനസ്സിലായില്ലേ? സോ അപ്പം എന്താ പറയാ, അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ജിൻഡോട്